എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഒരു വീഡിയോ നിങ്ങളെ ഒന്ന് കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടേ. ഒരു പക്ഷേ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അതായത് പുര കത്തുമ്പോൾ വാഴ വെട്ടുക എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. അതായത് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു MLA ബിന്ദു കൃഷ്ണ, ഇവർ ഈ MLA-മാരുടെ മീറ്റിംഗ് നടക്കുകയാണ്, ആരെ മുഖ്യമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കണം എന്നുമായി ബന്ധപ്പെട്ട്. അതിലേക്ക് വരുമ്പോൾ ചെറിയാൻ ഫിലിപ്പ് എന്ന ഒരു നേതാവ് ഇവരെ കയറി പിടിക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ പബ്ലിക്കാണ്, ജനങ്ങൾ നോക്കി നിൽക്കുകയാണ്, പത്രക്കാർ നോക്കി നിൽക്കുകയാണ്, ഒരുപാട് ജനങ്ങൾ നോക്കി നിൽക്കുമ്പോൾ ഈ സ്ത്രീയെ ഇദ്ദേഹം കയറി കടന്നു പിടിക്കുകയാണ് ആലിംഗനം ചെയ്യാൻ വേണ്ടി. 2 പ്രാവശ്യം ഈ MLA ഇത് തട്ടി മാറ്റി. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അടക്കി വെച്ച വികാരം അദ്ദേഹത്തിന് അവരെ ഒന്ന് കെട്ടിപ്പിടിക്കണം, ഒന്ന് ആലിംഗനം ചെയ്യണം എന്നുള്ള ഒരു ഇതാണ്. ഇതൊന്ന് ലോകം മുഴുവൻ കണ്ടു, പ്രത്യേകിച്ച് മലയാളികളുള്ളവരെല്ലാവരും കണ്ടു. ഇത് പല ആളുകളും അവരുടെ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്തു. പക്ഷേ ഇതിൻ്റെ താഴെ വന്ന കമൻറ്റുകൾ വായിച്ചാൽ നമുക്കത് വായിച്ച് പറയാനായിട്ട് സാധ്യമല്ല, അത്രമാത്രം കമൻറ്റുകളാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സ്ത്രീ സമൂഹത്തിൽ എത്രമാത്രം ചൂഷണം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. ഒരു സ്ത്രീ രാഷ്ട്രീയപരമായിട്ടോ മറ്റ് ഏതെങ്കിലും രീതിയിൽ സമൂഹത്തിൽ ഒരു പദവിയിൽ എത്തിച്ചേരണമെങ്കിൽ ആ സ്ത്രീ എത്രമാത്രം പീഡനങ്ങളിലൂടെ കടന്നു പോകണം, എത്രമാത്രം ലൈംഗിക ചൂഷണത്തിലൂടെ കടന്നു പോകണം, എത്രമാത്രം ഉപദ്രവങ്ങളിലൂടെ കടന്നു പോകണം എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവാണിത്. സ്ത്രീകൾക്ക് 33% സംവരണം വേണം, പാർലമെൻറ്റിലും നിയമസഭയിലും വേണം എന്ന് BJP ശക്തമായി നിലപാടെടുത്തപ്പോൾ അത് വേണ്ട എന്ന് ഘോരം വാദിച്ചവരാണ് ഈ കോൺഗ്രസ്സുകാർ. പക്ഷേ സ്ത്രീ സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കാത്ത ഇവർ പിന്നെ ചില സ്ത്രീകൾ ജയിച്ച് MLA-മാരൊക്കെ ആയി വരുമ്പോൾ, അല്ലെങ്കിൽ അവർ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ, ഈ എത്രമാത്രം ഇതുപോലെയുള്ള ഭ്രാന്തന്മാർ, ഞരമ്പ് രോഗികളിൽ നിന്ന് എത്രമാത്രം പീഡനങ്ങൾ ഏറ്റെങ്കിൽ മാത്രമാണ് ഒരു സ്ത്രീക്ക് സമൂഹത്തിൽ വളരാനായിട്ട് കഴിയുന്നത്. വാസ്തവത്തിൽ ഇതൊരു പബ്ലിക്കായിട്ട്, അല്ലെങ്കിൽ ഒരു ജനം നോക്കി നിൽക്കുമ്പോൾ ഇത്രയും വലിയ ഒരു ആഭാസത്തരം ഒരു വൃത്തികേട് ഇവർ കാണിക്കാൻ ധൈര്യപ്പെട്ടെങ്കിൽ ഇവരുടെയൊക്കെ പാർട്ടി ഓഫീസുകളിലും ഇവരുടെയൊക്കെ പല സ്ഥലങ്ങളിലും പാർട്ടി ഓഫീസുകളിലും മീറ്റിങ്ങിലുമൊക്കെ എന്തായിരിക്കും നടക്കുന്നത് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. പബ്ലിക്കായിട്ട് ഇത്രയും വലിയ ഒരു പരിപാടി കാണിക്കാൻ തയ്യാറാകുമ്പോൾ പാർട്ടി ഓഫീസിലോ മറ്റ് ഇതുപോലുള്ള പ്രൈവറ്റ് മേഖലകളിലൊക്കെ എത്രമാത്രം ഇതുപോലെ ഇവർ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. പല ആളുകളും തങ്ങൾ നേരിട്ട ഈ ലൈംഗിക അതിക്രമം പുറത്തു പറയാൻ മടിക്കുകയാണ്. അവരുടെ കുടുംബത്തിൻ്റെ സ്റ്റാറ്റസ്, ഭർത്താവുമായിട്ടുള്ള പിന്നീടുള്ള ബന്ധത്തിൻ്റെ പ്രശ്നം, പിന്നെ കുട്ടികൾക്ക് സമൂഹത്തിൽ നേരിടുന്ന മാനഹാനി, ഇതെല്ലാം ഓർത്ത് പലരും സഹിക്കുകയാണ്. നമുക്കറിയാം, ഈ അടുത്ത നാളുകളിൽ രാഹുൽ മാങ്കൂട്ടം എന്ന ഒരു ചെറുപ്പക്കാരൻ എത്ര സ്ത്രീകളെയാണ് അദ്ദേഹം പീഡിപ്പിച്ചത്. അദ്ദേഹം അതിൻ്റെ പേരിൽ നടപടികൾ നേരിടുകയാണ്. അപ്പോൾ ചില ആളുകൾ എഴുതി ചോദിക്കുകയാണ്, ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു പ്രൊഫസർ ആയിരിക്കുമോ ഇദ്ദേഹം എന്ന് ചോദിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ പല കോൺഗ്രസ് നേതാക്കന്മാരുടെയും ഒരവസ്ഥ. സരിതാ നായരുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളുണ്ടായി. നമുക്ക് ഇതൊക്കെ അറിയാം. ഒരുപാട് നേതാക്കന്മാരുടെ, കോൺഗ്രസ് നേതാക്കന്മാരുടെ പേരൊക്കെ പുറത്തു വരുവാനായിട്ട്, അതൊക്കെ പിന്നീട് തേഞ്ഞു മാഞ്ഞ് തീർന്നു. എന്നാൽ പരസ്യമായിട്ട് ഒരു സ്ത്രീയെ കടന്നു പിടിക്കുകയും ആലിംഗനം ചെയ്യാൻ ശ്രമിക്കുകയും അവർ കുതറി ഓടുമ്പോൾ അവരെ പിടിച്ചു നിർത്തുകയും ചെയ്യുന്ന ഈ ഒരു രംഗം ഇത് കേരളം മുഴുവൻ കാണുകയും കോൺഗ്രസിനും UDF-നും അതൊരു വലിയ നാണക്കേടായി തീർന്നു എന്നുള്ളതാണ്. ഐസ്ക്രീം പാർലർ കേസിലെ ഒരു പ്രധാനപ്പെട്ട കക്ഷിയാണ് PK കുഞ്ഞാലിക്കുട്ടി.
അതുപോലെ സരിത എസ് നായരുമായുള്ള ബന്ധത്തിൽ പലവരും അതിൻ്റെ അകത്തുണ്ട്. രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ നടപടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ഒരുപാട് ലൈംഗിക ആരോപണങ്ങൾ ഈ കോൺഗ്രസ് നേതാക്കന്മാരെക്കുറിച്ചുണ്ട്. അപ്പോൾ പബ്ലിക്കായിട്ട് ഇതാണ് അവസ്ഥയെങ്കിൽ ഈ ഓഫീസുകളിലൊക്കെ എന്തായിരിക്കും നടക്കുന്നത് എന്ന് പൊതുജനം ഇപ്പോൾ ചോദിക്കുകയാണ്. അതുകൊണ്ട് ഒരു സ്ത്രീ സമൂഹത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ അവർ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയാലും മറ്റേത് മേഖല ഇറങ്ങിയാലും ഇതുപോലെ ഞരമ്പ് രോഗികളായിട്ടുള്ള ആളുകൾ ഉണ്ട്. അവരെ പേടിച്ച് പല ആളുകളും രാഷ്ട്രീയത്തിൽ ഇറങ്ങാതിരിക്കുകയാണ്. ഇനി അഥവാ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നവരുടെ ഒരവസ്ഥ എന്താണ് എന്ന് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. എന്തൊക്കെ ഒരു സ്ത്രീ സമൂഹത്തിൽ സഹിക്കണം എന്നും നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് ഘോരഘോരം പറയുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം എന്ത് സ്ത്രീ സുരക്ഷയാണ് ഇവർ സമൂഹത്തിന് നൽകുന്നത് എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്. ഇനി ഇവരുടെ ഭരണം ഇനി വന്നു കഴിയുമ്പോൾ സ്ത്രീകളുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതും ഒരു വലിയ ചോദ്യചിഹ്നമായിരിക്കുകയാണ്.